ഒരു ബിസിനസ് തുടങ്ങുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ നിയമപരമായി ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾക്കറിയാം. ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ഏലസഞ്ചി എന്ന ബ്രാൻഡിന്റെ ആളുകൾ എന്നെ വന്ന് സമീപിച്ചിരുന്നു. ഒരു സാധാരണക്കാരനായ ഇടുക്കിക്കാരന്റെ സംരംഭം. എനിക്ക് അവരുടെ സ്റ്റോറി വളരെ ജെന്യുവിനായും ഇൻട്രസ്റ്റിംഗ് ആയും തോന്നി. അത് മാത്രമല്ല, ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ ജ്വല്ലറി, ക്ലോത്തിങ് തുടങ്ങിയ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ളത് എന്ന് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അതിന്റെ ലീഗൽ സ്ട്രക്ചർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുകയാണ്. ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ചൂസ് ചെയ്യാം. ഇനി അതല്ല, കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ LLP ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടും രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഉപയോഗിക്കുന്ന പേര് എപ്പോഴും യുണീക്ക് ആയിരിക്കണം. അത് മറ്റ് കമ്പനികൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ബാധിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യണം. ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നത് പേരിന് മാത്രമല്ല, നിങ്ങളുടെ ലോഗോ, ഉപയോഗിക്കുന്ന കളർ പാലറ്റ് തുടങ്ങി നിങ്ങൾ ഉപയോഗിക്കുന്ന ചെറിയ മ്യൂസിക്കിന് വരെ നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ചെറിയൊരു സംരംഭമാണെങ്കിൽ ആദ്യം ഒരു MSME രജിസ്ട്രേഷൻ എടുത്താൽ മതിയാവും. പക്ഷെ അതേസമയം LLP ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കീഴിൽ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലോക്കൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ട്രേഡ് ലൈസൻസ് എടുക്കേണ്ടത്. അതുമാത്രമല്ല, ഫുഡ് റിലേറ്റഡ് ബിസിനസ് ആണെങ്കിൽ FSSAI രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഇനി അടുത്തത് GST രജിസ്ട്രേഷൻ ആണ്. നിങ്ങളുടെ ബിസിനസ് 40 ലക്ഷത്തിന് മുകളിൽ വാർഷിക ടേൺ ഓവർ ലഭിക്കുന്നതാണെന്നുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഇനി അതല്ല, സർവീസ് ആണെന്നുണ്ടെങ്കിൽ 20 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കാം.